ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഗ്രാഫ് ഐസോമോർഫിസം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, വാട്ട് ഈസ് ഗ്രാഫ് ഐസോമോർഫിസം എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, ടു ഗ്രാഫ്സ് ജി ആൻഡ് ജി ഡാഷ് ആർ സെറ്റ് ടു ബി ഐസോമോർഫിക് ഇഫ് ദർ ഈസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദെയർ വെർട്ടീസസ് ആൻഡ് ബിറ്റ്വീൻ ദെയർ എഡ്ജസ് such that the incidence relationships are preserved. ഇതാണ് ഐസോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഗ്രാഫ്സ് ഐസോമോർഫിക് ആവുന്നത് അവരുടെ ഒരു ഗ്രാഫിലെ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു വെർട്ടെക്സ് നെക്സ്റ്റ് ഗ്രാഫിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ, അതുപോലെ തന്നെ എഡ്ജസും സെയിം വേയിൽ തന്നെ ഒരു ഗ്രാഫിലുള്ള എഡ്ജിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള മറ്റൊരു എഡ്ജ് നെക്സ്റ്റ് ഗ്രാഫിൽ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രാഫ്സ് ഐസോമോർഫിക് ആണെന്ന് പറയാം. പിന്നെ ഒരു കാര്യമുള്ളത്, അവരുടെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പും പ്രിസർവ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ഫോർ ഐസോമോർഫിക് ഗ്രാഫ്സിൽ കാണാം. ഫസ്റ്റ് ഗ്രാഫ് ABCD, സെക്കൻഡ് ഗ്രാഫ് എന്ന് പറയുന്നതാണ് V1, V2, V3, V4. നമ്മൾ രണ്ട് ഗ്രാഫ്സ് ഐസോമോർഫിക് ആണോ നോക്കുന്നതിന് 3 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റത്തെ കണ്ടീഷൻ, ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് വെർട്ടീസസ്. സെക്കൻഡ് കണ്ടീഷൻ, ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് എഡ്ജസ്. തേർഡ് കണ്ടീഷൻ, വെർട്ടീസസ് ഹാവിങ് ഈക്വൽ ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് ഗ്രാഫ് ABCD 4 വേർട്ടെക്സ് ആണുള്ളത്. സെക്കൻഡ് ഗ്രാഫിൽ V1 to V4 4 വെർട്ടെക്സ് ആണ്. അപ്പോൾ സെയിം നമ്പർ ഓഫ് വേർട്ടീസസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ പ്രിസർവ് ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെറ്റ് ABCD കറസ്പോണ്ട്സ് ടു സെറ്റ് V1, V4, V2, V3. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കേണ്ടത്? എഡ്ജസ് ആണ്. ഫസ്റ്റ് ഗ്രാഫിൽ E1, E2, E3, E4, E5 5 എഡ്ജസ് ആണുള്ളത്. സെക്കൻഡ് ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 5 എഡ്ജസ് ഉണ്ട്. അപ്പോൾ എന്താണ്? സെയിം നമ്പർ ഓഫ് എഡ്ജസ്. സെക്കൻഡ് കണ്ടീഷനും കറക്റ്റ് അല്ലേ? സെറ്റ് E1, E2, E3, E4, E5 കറസ്പോണ്ട്സ് ടു സെറ്റ് 1, 2, 3, 4, 5. ഇനി പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ എന്തായിരുന്നു? വേർട്ടീസസ് ഹാവിങ് ഈക്വൽ ഡിഗ്രി. ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രിക്ക് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള അതേ ഡിഗ്രിയുള്ള മറ്റൊരു വെർട്ടെക്സ് നമുക്ക് നെക്സ്റ്റ് ഗ്രാഫിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ വേർട്ടെക്സ് എക്ക് ഡിഗ്രി 2 ആണ്. അതേപോലെ ഡിഗ്രി 2 ഉള്ളൊരു വെർട്ടെക്സ് ഉണ്ടോ? വെർട്ടെക്സ് V1നും ഡിഗ്രി 2 ആണ്. വെർട്ടെക്സ് സിക്ക് ഡിഗ്രി 3 ആണ്. 3 ഇതുള്ള വെർട്ടെക്സ് ഉണ്ടോ? വെർട്ടെക്സ് V2ന് ഡിഗ്രി 3 ആണ്. വെർട്ടെക്സ് Bക്ക് ഡിഗ്രി 2 ആണ്. വെർട്ടെക്സ് V4ന് ഡിഗ്രി 2 ആണ്. വെർട്ടെക്സ് Dക്ക് ഡിഗ്രി 3 ആണ്. വെർട്ടെക്സ് V3ക്കും ഡിഗ്രി 3 ആണ്. അതായത് ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള ഡിഗ്രിയുള്ള മറ്റൊരു വേർട്ടെക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. such that the 3 conditions are followed, we can say that these graphs are isomorphic. അതിന് 2 എക്സാമ്പിൾസ് കൂടെ തന്നിട്ടുണ്ട്. ക്യൂബിൻ്റെ ആ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്യൂബിൽ 8 വെർട്ടീസസ് ആണ്. സെക്കൻഡ് ക്യൂബിലും 8 വെർട്ടീസസ് ആണ്. നമ്പർ ഓഫ് എഡ്ജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്യൂബിൽ 12 എഡ്ജസും സെക്കൻഡ് ക്യൂബിലും 12 എഡ്ജസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി 3 ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ വരച്ചിട്ടുള്ള എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി 3 ആണ്. അപ്പോൾ നമുക്ക് പറയാം ദീസ് 2 ആർ ഐസോമോർഫിക് ഗ്രാഫ്സ്. പിന്നെ ട്രയാങ്കിളിൻ്റെ കേസ് നോക്കാം. ജിക്ക് 4 വെർട്ടീസസ് ആണ്. ജി ഡാഷിന് 4 വെർട്ടീസസ് ആണ്. നമ്പർ ഓഫ് എഡ്ജസ് നോക്കുമ്പോൾ ജിക്ക് 5 എഡ്ജസും ജി ഡാഷിനും 5 എഡ്ജസും ഉണ്ട്. പിന്നെ ഉള്ളത് ഡിഗ്രി കറസ്പോണ്ടൻസ് ആണ്. ഫസ്റ്റത്തെ വേർട്ടെക്സിന് 3 ആണ് ഡിഗ്രി. അതേപോലെ ജി ഡാഷിലും ഉണ്ട് ഡിഗ്രി 3 ആയിട്ടുള്ളൊരു വേർട്ടെക്സ്. സെക്കൻഡ് വേർട്ടെക്സിന് ഡിഗ്രി 3 ആണ്. തേർഡ് വേർട്ടെക്സിനും ഡിഗ്രി 3 ആണ്. 4 വേർട്ടെക്സിനും 3 ആണ്. അതേപോലെ ജി ഡാഷിലുള്ള എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി 3 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ഗ്രാഫ്സ് ആർ ഐസോമോർഫിക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന 3 ഗ്രാഫ്സും ഐസോമോർഫിക് ആണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ 3 സ്റ്റാർസ് G1, G2, G3 ഇവരുടെ 3 പേരുടെയും വേർട്ടീസസ് എന്ന് പറയുന്നത് 10 വെർട്ടീസസ് ആണ്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്പർ ഓഫ് എഡ്ജസും സെയിം ആണ്. ഫിഫ്റ്റീൻ എഡ്ജസ് ആണ് വരിക G1, G2, G3. അതുപോലെ തന്നെ ഡിഗ്രി കറസ്പോണ്ടൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലും നമുക്ക് വേർട്ടെക്സസിൻ്റെയൊക്കെ ഡിഗ്രി 3 ആയിട്ട്
നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് എല്ലാ വേർട്ടീസസിനും പറ്റുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് G1, G2 ആൻഡ് G3 ആർ ഐസോമോർഫിക് ഗ്രാഫ്സ്. പിന്നെ ഒരു എക്സെപ്ഷണൽ കേസാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലും ചില ഗ്രാഫ്സ് ഐസോമോർഫിക് ആവാത്തത് ഉണ്ടാവും. ദെയർ വിൽ ബി നോൺ ഐസോമോർഫിക് ഗ്രാഫ്സ്. ആ ഒരു എക്സെപ്ഷൻ കേസാണ് ഈ ജിയും ജി ഡാഷും തന്നിരിക്കുന്നത്. ജിയിൽ നമ്മളിപ്പോൾ വേർട്ടീസസിൻ്റെ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വേർട്ടീസസ് ഉണ്ട്. ജി ഡാഷിലും 6 വേർട്ടീസസ് ഉണ്ട്. നമ്പർ ഓഫ് എഡ്ജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയിൽ 5 എഡ്ജസ് ഉണ്ട്, ജി ഡാഷിലും 5 എഡ്ജസ് ഉണ്ട്. നമ്പർ ഓഫ് എഡ്ജസും സെയിം ആണ്. ഡിഗ്രി കറസ്പോണ്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പെൻഡൻറ്റ് വെർട്ടെക്സ് ഉണ്ട്. വേർട്ടെക്സ് ഡിഗ്രി 1 ഉള്ള ഒരു വേർട്ടെക്സ് ജിയിലുണ്ട്, അതുപോലെ തന്നെ ജി ഡാഷിലും ഉണ്ട്. വേർട്ടെക്സ് ഡിഗ്രി 2 ഉള്ളത് ജിയിലും ഉണ്ട്, ജി ഡാഷിലും ഉണ്ട്. വീണ്ടും ഡിഗ്രി 2 ഉള്ള ഒരു വെർട്ടെക്സ് ജിയിലും ഉണ്ട്, ജി ഡാഷിലും ഉണ്ട്. ഡിഗ്രി 3 ഉള്ള ഒരു വെർട്ടെക്സ് ജിയിലും ഉണ്ട്, ജി ഡാഷിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഡിഗ്രി കറസ്പോണ്ടൻസിൽ മനസ്സിലാവും ദീസ് ആർ നോട്ട് ഐസോമോർഫിക്. കാരണം എന്താണെന്ന് വെച്ചാൽ ജി ഹാസ് 2 പെൻഡൻറ്റ് വെർട്ടീസസ് അഡ്ജസൻറ്റ് ടു ഇറ്റ്. അതായത് എക്സ് വെർട്ടെക്സിന് 2 പെൻഡൻറ്റ് വെർട്ടീസസ് അതിന് അഡ്ജസൻ്റ് ആയിട്ട് കിടപ്പുണ്ട്, യുവും വിയും. വേറാസ് ഇൻ ദ ഗ്രാഫ് ജി ഡാഷ് വൈ ഹാസ് ഓൺലി 1 പെൻഡൻറ്റ് വെർട്ടെക്സ് അഡ്ജസൻറ്റ് ടു ഇറ്റ്. അതുകൊണ്ട് എന്തല്ല ഈ ഗ്രാഫ്സ് ഐസോമോർഫിക് അല്ല. റീസൺ മനസ്സിലായല്ലോ. എക്സ് എന്ന് പറഞ്ഞ വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആയിട്ട് 2 പെൻഡൻറ്റ് വെർട്ടെക്സ് ഉണ്ട്. വൈ എന്ന് പറയുന്ന വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആയിട്ട് ആകെ ഒരു പെൻഡൻറ്റ് വെർട്ടെക്സേ ഉള്ളൂ. അതുകൊണ്ട് ദീസ് ഗ്രാഫ്സ് ആർ നോട്ട് ഐസോമോർഫിക്. അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ ഗ്രാഫ് ഐസോമോർഫിസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.